എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പോളിടെക്നിക് ഡിപ്ലോമ ലാറ്ററൽ എൻട്രി പ്രവേശനവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് ഇനി അതിന് അലോട്ട്മെൻറ്റ് ഉണ്ടാകുമോ എന്നുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ആദ്യം തന്നെ നിങ്ങൾ polyadmission.org എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. ലാറ്ററൽ അതുപോലെ തന്നെ സെക്കൻഡ് ഇയർ അഡ്മിഷൻ ത്രൂ ലാറ്ററൽ എൻട്രി 2025-26 എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് ഈ ഒരു പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സ്പോട്ട് അഡ്മിഷനാണ് നിലവിൽ. ഈ ഒരു സ്പോട്ട് അഡ്മിഷനായിട്ടുള്ള അപേക്ഷകൾ ഓൾറെഡി അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലാറ്ററൽ എൻട്രി പ്രവേശനം നിലവിലെ ഒഴിവുകൾ നികത്തുന്നതിനായിട്ട് 14/6/2025 മുതൽ അതുപോലെ തന്നെ ഈ ഒരു 19/6/2025 വരെ പുതിയ ആ ഒരു അപേക്ഷകൾ സ്വീകരിക്കുന്നതിനും അതുപോലെ തന്നെ 20/6/2025 മുതൽ 23/6/2025 വരെയുള്ള തീയതികളിൽ അഡ്മിഷൻ പോർട്ടലിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന സമയത്തിനനുസരിച്ച് പ്രവേശനം നേടാവുന്നതാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിലവിൽ വിവിധ പോളിടെക്നിക് കോളേജിൽ അതായത് ഈ ഒരു ലാറ്ററൽ എൻട്രി പ്രവേശനവുമായി ബന്ധപ്പെട്ട് എത്ര സീറ്റുകളാണ് ഉള്ളത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നിലവിൽ ഒഴിവുള്ള സീറ്റ് എന്ന് പറയുന്നത് വേക്കൻസി പൊസിഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് പോളിടെക്നിക് കോളേജ് ഏതാണ് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം വിവിധ കോഴ്സുകൾക്ക് വേക്കൻസീസ് കാണാൻ പറ്റും. അപ്പോൾ ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട സംശയമാണ്, ഞാൻ ഇതിന് ഇതുവരെ അപേക്ഷ കൊടുത്തിട്ടില്ല, അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, എങ്ങനെ എനിക്ക് ഇതിന് അപേക്ഷിക്കാനായിട്ട് പറ്റുമോ എന്ന് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഈ ഒരു വേക്കൻസി ലിസ്റ്റ് പ്രകാരം ഇനി ഈ ഒരു ജൂൺ 23-ാം തീയതിക്ക് ശേഷം ഈ ഒരു അഡ്മിഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ അതത് പോളിടെക്നിക് കോളേജിൽ ഈ ഒരു വെബ്സൈറ്റ് മുഖേന തന്നെ ഈ ഒരു സ്പോട്ട് അഡ്മിഷനായിട്ട് വിളിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് ഇതുവരെ അപേക്ഷ കൊടുക്കാത്ത വിദ്യാർത്ഥികൾക്കും ഈ ഒരു സ്പോട്ട് അഡ്മിഷനുള്ളിൽ പങ്കെടുത്ത് ലാറ്ററൽ എൻട്രി വഴി പ്രവേശനം നേടാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അത് എങ്ങനെയാണ് എന്നുള്ള കാര്യം പറഞ്ഞു തരാം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു പോളിടെക്നിക്കിൻ്റെ ലാറ്ററൽ എൻട്രി വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിലവിൽ ഈ ഒരു സ്പോട്ട് അഡ്മിഷനായിട്ട് അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികൾ ആണെങ്കിൽ ഇവിടെ സ്പോട്ട് അഡ്മിഷൻ ഷെഡ്യൂൾ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം തന്നെ വേക്കൻസി നോക്കുക. അതുപോലെ തന്നെ സ്പോട്ട് അഡ്മിഷൻ ഷെഡ്യൂൾ കൊടുത്തിട്ടുണ്ട്, ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ സ്പോട്ട് അഡ്മിഷൻ ഷെഡ്യൂൾ എടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഓരോ പോളിടെക്നിക് കോളേജിൻ്റെ ആ ഒരു ഡീറ്റെയിൽസും, അത് തിരുവനന്തപുരം ജില്ലയിലേത് കൊടുത്തിട്ടുണ്ട്, അതുപോലെ അടുത്ത ജില്ലയിലേത് പോളിടെക്നിക് കോളേജിൻ്റെ ആ ലാറ്ററൽ എൻട്രിയുടേത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ നിങ്ങൾ ഏത് പോളിടെക്നിക് കോളേജുകളിലൊക്കെയാണ് നിങ്ങൾ അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നത് അതിന് നേരെയുള്ള ഷെഡ്യൂൾ കൃത്യമായിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പോൾ ആ ഒരു ഷെഡ്യൂൾ നിങ്ങൾ കൃത്യമായിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അതിൽ ഷെഡ്യൂൾ വരാത്തതുണ്ടാകും. അപ്പോൾ വരുന്നത് ആ ഒരു സമയത്ത് നിങ്ങൾ അത് നാളെയോ മറ്റന്നാളോ ഒക്കെ ആയിട്ട് അത് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഡൗൺലോഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു പോളിടെക്നിക് കോളേജിൻ്റെ ആ ഒരു ഷെഡ്യൂളിൽ കൃത്യമായിട്ട് പറയുന്നുണ്ടാകും നിങ്ങൾ എപ്പോഴാണ് ഈ ഒരു സ്പോട്ട് അഡ്മിഷനായിട്ട് ഹാജരാവേണ്ടത്. അപ്പോൾ ഇവിടെ പെരുമ്പാവൂർ SCM ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൾട്ടി ഡിസിപ്ലിനറി സ്റ്റഡീസിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കോഴ്സിൽ ലാറ്ററൽ എൻട്രി പ്രവേശനത്തിന് ഒഴിവുള്ള സീറ്റുകളിലേക്കുള്ള യോഗ്യതയുള്ള അപേക്ഷകർക്ക് വേണ്ടി 2025 ജൂൺ 21, 23 തീയതികളിലായിട്ട് കോളേജിൽ വെച്ച് സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നതാണ്. ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്തവർക്കും പുതിയ അപേക്ഷ നൽകിയ സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കാവുന്നതാണ്. പങ്കെടുക്കാൻ താല്പര്യപ്പെടുന്നവർ അസൽ യോഗ്യതാ സർട്ടിഫിക്കറ്റ്, മതിയായ ഫീസ് എന്നിവ സഹിതം രക്ഷിതാവിനോടൊപ്പം കോളേജ് ഓഫീസിൽ ഹാജരാവേണ്ടതാണ്. ഒഴിവുള്ള മാനേജ്മെൻറ്റ് സീറ്റിലേക്കും അന്നേ ദിവസം സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നതാണ്. വിശദ വിവരങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ട് അവിടെ ആ ഒരു കോളേജിൻ്റെ നമ്പറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് വിവിധ പോളിടെക്നിക് കോളേജുകളിലെ ആ ഒരു ലാറ്ററൽ എൻട്രി വിഭാഗത്തിൻ്റെ ആ ഒരു ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഈ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അഡ്മിഷനായിട്ട് പോകുന്ന സമയത്ത് +2 അല്ലെങ്കിൽ VHSC ITI അല്ലെങ്കിൽ KGCE സർട്ടിഫിക്കറ്റ്, 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റ്, അതുപോലെ ആധാർ കോപ്പി, ഫോട്ടോ 4 മതിയായ ഫീസ് എന്നിവ സഹിതം നിങ്ങൾക്ക് ഈ ഒരു എപ്പോഴാണ് ഹാജരാവേണ്ടതെന്നുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പോളിടെക്നിക് കോളേജിൻ്റെ ആ ഒരു ഡീറ്റെയിൽസ് ആ ഒരു കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ രീതിയിൽ കൃത്യമായിട്ട് ആ ഒരു പോളിടെക്നിക് കോളേജിൻ്റെ ആ ഒരു ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഈ രീതിയിൽ മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ ഒരു സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പോളിടെക്നിക് കോളേജിൻ്റെ ആ ഒരു കോൺടാക്റ്റ് നമ്പേഴ്സ് അവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്നതിൽ കോൺടാക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റുമോ, അതായത് ഇതുവരെ അപേക്ഷ സമർപ്പിക്കാൻ പറ്റാതിരിക്കുന്ന വിദ്യാർത്ഥികൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഓൾറെഡി ജൂൺ 19-ാം തീയതി വരെയായിരുന്നു ഇതിൻ്റെ അപേക്ഷ. അതുകൊണ്ട് തന്നെ പുതുതായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാനായിട്ട് പറ്റത്തില്ല. എന്നാൽ ഈ ഒരു 23-ാം തീയതിക്ക് ശേഷം നിങ്ങൾക്ക് പിന്നീട് വേക്കൻസി വരുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് വീണ്ടും പങ്കെടുക്കുന്നതിനായിട്ടുള്ള ഒരു അവസരം തരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു സമയത്ത് ഇതിൽ പങ്കെടുക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നിലവിൽ ഒരു സ്പോട്ട് അഡ്മിഷൻ അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികൾ ആണെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഷെഡ്യൂൾ കൃത്യമായിട്ട് നോക്കുക. അതിനുശേഷം നിങ്ങൾ ഓപ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പോളിടെക്നിക് കോളേജിൽ എപ്പോഴാണ് അതായത് ഈ ഒരു സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നത് ആ ഒരു സമയത്ത് നിങ്ങൾ പോവുക. അപ്പോൾ ഈ ഒരു ജൂൺ 23-ാം തീയതി വരെയാണ് ഈ ഒരു സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നത്. അപ്പോൾ അതിനുശേഷം വേക്കൻസി ഉണ്ടാവുകയാണെങ്കിൽ ഇതുവരെ അപേക്ഷ സമർപ്പിക്കാതിരുന്ന വിദ്യാർത്ഥികൾക്കും അപേക്ഷ സമർപ്പിക്കാനായിട്ട് അതായത് സ്പോട്ട് അഡ്മിഷൻ നേരിട്ട് പങ്കെടുക്കാനുള്ള സൗകര്യം കിട്ടുന്നതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പുകളും കാര്യങ്ങളൊക്കെ ഈ ഒരു വെബ്സൈറ്റിൽ വരുന്നതായിരിക്കും. നിലവിൽ ഇവിടെ കാണാം അഡ്മിഷൻ ക്ലോസസ് ഓൺ
15 അതായത് ഈ ഒരു ജൂലൈ 15 തീയതിയാണ്. അപ്പോൾ നിലവിൽ ഈ ഒരു ജൂൺ 23 തീയതിയാണ് ഈ ഒരു സ്പോട്ട് അഡ്മിഷൻ ഡേറ്റ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിനുശേഷം ഈ ഒരു ജൂലൈ 15 വരെ ഡേറ്റ് കൊടുക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ ഒരു സ്പോട്ട് അഡ്മിഷന് ശേഷം വിവിധ ഈ ഒരു പോളിടെക്നിക് കോളേജിൽ വാക്കൻസീസ് വരുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു വാക്കൻസി ഉണ്ടാകുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് ആ ഒരു വാക്കൻസിയിൽ അഡ്മിഷൻ നേടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു വെബ്സൈറ്റ് ഡെയിലി ചെക്ക് ചെയ്ത് നോക്കുക. അതായത് polyadmission.org വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. അതിൽ ഈ ഒരു ലാറ്ററൽ എൻട്രി ഡിപ്ലോമ അഡ്മിഷൻ എന്നുള്ള ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പേജിലേക്ക് പ്രവേശിക്കും. അതായത് ജസ്റ്റ് ഈ ഒരു polyadmission.org വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് പിന്നീട് അതായത് ആ ഒരു പോളി അഡ്മിഷൻ്റെ ആ ഒരു ലാറ്ററൽ എൻട്രി വിഭാഗം ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു പേജിലേക്ക് വരുന്നതാണ്. അപ്പോൾ ഈ ഒരു പേജിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ആ ഒരു സ്പോട്ട് അഡ്മിഷനുകളുടെ നിർദ്ദേശം കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് ഇതുവരെ അപേക്ഷ സമർപ്പിക്കാതിരുന്ന വിദ്യാർത്ഥികൾക്ക് നേരിട്ട് ഈ ഒരു സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കാനുള്ള അവസരം കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഡെയിലി ഈ ഒരു വെബ്സൈറ്റ് ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ഓൾറെഡി ഈ ഒരു സ്പോട്ട് അഡ്മിഷന് അപേക്ഷ കൊടുത്ത വിദ്യാർത്ഥികളാണെങ്കിൽ ഈ ഒരു തിങ്കളാഴ്ചക്കുള്ളിൽ നിങ്ങൾക്ക് എപ്പോഴാണ് ഷെഡ്യൂൾ ആ ഒരു പോളിടെക്നിക് കോളേജിൽ കൊടുത്തിട്ടുള്ളത് അത് നോക്കിയിട്ട് നിങ്ങൾ കൃത്യമായിട്ട് പങ്കെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.